Hey everyone, welcome to Bifida. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് റമദാൻ എക്സാംസ് ഒക്കെ വരുന്ന കുറേ ആളുകൾ ഉണ്ടാവില്ലേ, പിന്നെ പഠിക്കാനുള്ള കുറേ ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ റമദാൻ്റെ സമയത്ത് പഠിക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എനിക്ക് എൻ്റെ ലൈഫിൽ കുറേ എക്സാംസ് ഒക്കെ റമദാൻ്റെ സമയത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ നമുക്ക് അതിനുള്ള കുറേ ടിപ്സ് ഒക്കെ പറഞ്ഞു തരാൻ എനിക്ക് പറ്റും. നിങ്ങൾക്ക് നോമ്പെടുത്ത് പഠിക്കണോ, നോമ്പെടുത്ത് പഠിക്കേണ്ട അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇതിന് വിട്ടേതായിരുന്നു. ഞാൻ ഒരിക്കലും ഒന്നും പറയില്ല അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും. പക്ഷെ നിങ്ങളിപ്പോൾ നോമ്പെടുത്ത് പഠിക്കുന്ന ആളുകളാണെന്ന് വെച്ചോ, അപ്പം അവർക്ക് വേണ്ടിയാണ് ഞാൻ മെയിൻലി വീഡിയോ ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്തിരുന്ന കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ ഒരു വേർഷൻ ആട്ടോ പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങളുടെ ഒരു ബെസ്റ്റ് പ്ലാൻ ഉണ്ട്, നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തു പോക്കോ. ഇപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, യൂണിവേഴ്സിൻ്റെ സമയത്തൊക്കെ ഞാൻ അത്താഴം കഴിച്ച് നിസ്കരിച്ച് ഞാൻ കിടന്നുറങ്ങിയിട്ട് ഞാനൊരു ഉച്ച വരെ ഓൾമോസ്റ്റ് കിടന്നുറങ്ങും. ഉച്ച ഒരു ബാങ്ക് ഒക്കെ കൊടുക്കുമ്പോഴേക്കും ഞാൻ ഏകദേശം എണീക്കും, നിസ്കരിക്കുകയൊക്കെ ചെയ്ത് അതിനുശേഷം മെല്ലെ കറക്റ്റായി ഓണായി വരുമ്പോഴേക്കും 2 മണിയൊക്കെ ആവട്ടോ. അപ്പം ആ സമയത്ത് ഇരുന്ന് പഠിക്കും. ആ സമയത്ത് മെല്ലെ മെല്ലെ പേസിലോട്ട് വരുള്ളൂ. അതായത് 2 മണിക്ക് കറക്റ്റ് ഇരിക്കണം നിങ്ങൾ. ആ സമയത്ത് ഇരുന്നിട്ട് ഞാനൊരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും കറക്റ്റ് നല്ല പേസിലോട്ടെത്തും. അപ്പം ഞാൻ ബ്രേക്ക് എടുക്കുമെന്ന് വെച്ചാൽ ഇപ്പം ആ ഒരു ടൈം ചെറുതായ പേസ് കിട്ടുന്ന സമയത്ത് കുറച്ച് ബ്രേക്ക് എടുക്കും കേട്ടോ. പക്ഷേ ഒരു 4 മണി ആയി കഴിഞ്ഞ് ഞാൻ കണ്ടിന്യൂസ്ലി പഠിക്കും. 4 മണി തൊട്ട് ഒരു 6:30 സമയം വരെയൊക്കെ ബാങ്ക് കൊടുക്കുന്ന ടൈമായിരിക്കും. അപ്പം 6:30 ഒക്കെ ആകുമ്പോഴേക്കും ഞാൻ ഭയങ്കര എഫിഷ്യൻ്റായി പഠിക്കുന്ന ടൈം അതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ 2.5 മണിക്കൂർ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് നോമ്പ് തുറക്കാം. അപ്പോൾ ആ ഒരു ആശ്വാസം ഉണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടയേർഡ് ആയാലും നമുക്ക് റെസ്റ്റ് ചെയ്യാം, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സമയം നന്നായി പഠിക്കുന്ന ടൈമായിരുന്നു കേട്ടോ. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ആ ടൈം ഞാൻ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് എന്താണ് ഇപ്പോൾ പഠിക്കുന്ന അല്ലാത്ത ആളാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ എഫിഷ്യൻ്റായി കാര്യങ്ങൾ ചെയ്യുന്ന ടൈം അതായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മടിയായിരിക്കും പഠിക്കാൻ. മടി ഇൻ ദ സെൻസ് ഭയങ്കര എനർജി പോയ പോലെ ഉണ്ടാവും. പക്ഷേ സത്യം പറഞ്ഞാൽ അത് നമ്മൾ കൂടുതൽ കഴിക്കുമ്പോഴാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കുറക്കുക. ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കുറേ പൊരിക്കടികളൊക്കെ കഴിക്കുന്ന ഒഴിവാക്കുക. കാരണം അങ്ങനെ കഴിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ നമുക്ക് ഈ സംഭവം വരുന്നത്, ഈ ഒരു ക്ഷീണം വരുന്നത്. ആ ക്ഷീണം ഒഴിവാക്കാൻ ഫസ്റ്റ് നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യുക നല്ല ഫുഡുകൾ. അതിനനുസരിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിച്ചാൽ പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടാൽ മനസ്സിലാവും എങ്ങനത്തെ ഫുഡ് നിങ്ങൾ കഴിക്കണം എന്നുള്ളത്. ഞാൻ അതിൻ്റെ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം റമദാൻ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ നോക്കാം. പിന്നെ എങ്ങനെ എക്സാംസിനെ പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ ചാനലിൽ ബാക്കി വീഡിയോസ് ഉണ്ടാവുക നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഓരോ ടൈപ്പ് ഓഫ് എക്സാംസിന് എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളതും പിന്നെ എൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ ഞാൻ കുറേ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഒത്തിരി വീഡിയോസ് ഉണ്ട് നിങ്ങൾക്ക് കണ്ട് നിങ്ങളെ ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ കാണുക. അപ്പം ബാക്കി പറയാം. പിന്നെ ഞാൻ നോമ്പ് തുറന്നിട്ട് അത്ര ഭയങ്കര ഭക്ഷണമൊന്നും കഴിക്കില്ല കേട്ടോ. കുറച്ച് കഴിച്ചാൽ എനിക്ക് ക്ഷീണം ഉണ്ടാവാറില്ല പൊതുവെ. അപ്പം ഞാൻ ആ സമയത്ത്, കാരണം എക്സാമാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ക്ഷീണമാണ്, അത് കാരണം കിടന്നുറങ്ങാനുള്ള സമയമൊന്നുമില്ല. അപ്പം എക്സാമുള്ള ആളുകളാണെങ്കിൽ വേഗം നോമ്പ് തുറന്ന് നിസ്കരിച്ച് പിന്നെ പഠിക്കാനിരിക്കുക. എന്ന് വെച്ചാൽ സ്ലോ ആയിട്ട് പോയാൽ മതി. അപ്പം തന്നെ പഠിക്കാതിരിക്കേണ്ട, കുറച്ചൊന്നൊരു 1.5 മണിക്കൂറൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് പഠിക്കാനിരുന്നിട്ട് ആ ഒരു സമയം രാത്രി വരെ ഞാൻ പഠിക്കാതിരിക്കാറാണ്. അപ്പം ഞാനിങ്ങനെ വെച്ചാൽ രാവിലെ ഞാൻ ഉറങ്ങുന്നത്, അത്താഴത്തിന് ശേഷമാണ് ഞാൻ ഉറങ്ങണത്. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ രാത്രി ഫുൾ ടൈം ഇരുന്ന് പഠിക്കും കേട്ടോ. രാത്രി ഇടയ്ക്കിടയ്ക്ക് ബ്രേക്സ് എടുക്കും, നമുക്ക് ഫുഡൊക്കെ കഴിക്കാമല്ലോ. അപ്പം ഫുഡ് കഴിക്കാം, വെള്ളം കുടിക്കാം. അപ്പം ആ ടൈം പഠിക്കാനിരിക്കും. ആ രാത്രിയാണ് പഠിക്കാതിരിക്കുക. അപ്പം എനിക്ക് ക്ഷീണവും അത്ര ഉണ്ടാവില്ല. പഠിക്കുന്ന സമയത്ത് നമുക്ക് ഫുഡ് കഴിക്കണം. എനിക്ക് വെള്ളം കുടിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. വെള്ളം കുടിച്ചാലേ ഹൈഡ്രേറ്റഡ് ആവും. അപ്പം പഠിക്കാൻ അപ്പോഴാണ് സുഖം. അപ്പം അതുകൊണ്ടാണ് രാത്രി ഓപ്റ്റ് ചെയ്യുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊരു എനിക്ക് ഏറ്റവും ബെസ്റ്റായി തോന്നിയ ഷെഡ്യൂളാണ്. ഞാൻ കുറേ ഓരോ ടൈമും ഓരോന്നും ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും ബെസ്റ്റായി തോന്നുന്നത്. ഞാൻ ലാസ്റ്റായിട്ട് യൂസ് ചെയ്ത ഇതാണ്, ഈ മെത്തേഡാണ്. അപ്പം നിങ്ങൾക്കും വേണമെങ്കിൽ ഈ മെത്തേഡ് ട്രൈ ചെയ്തൊക്കെ രാത്രി പഠിക്കാനിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആസ് യൂഷ്വൽ തന്നെ പഠിക്കുന്ന ഒരാളാണെന്ന് വെച്ചു. അപ്പം നിങ്ങൾ ഫുഡിലാണ് ഡിഫറൻസ് വരുത്തേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നന്നായി വെള്ളം കുടിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. അത്താഴത്തിന് കുറേ കിടന്ന് വെള്ളം കുടിക്കരുത്. കാരണം നിങ്ങൾക്ക് അവസാനം ബാത്റൂമിൽ പോയി ഡീഹൈഡ്രേറ്റഡ് ആവുകയാണ് ചെയ്യുക. അപ്പം അതിലും ഭേദം നിങ്ങൾ നോമ്പ് തുറന്ന് ആ രാത്രി സമയങ്ങളിൽ നന്നായിട്ട് വെള്ളം കുടിക്കുക. അത്താഴത്തിൻ്റെ സമയത്ത് കുറച്ച് വെള്ളം കുടിക്കുക. എന്ന് വെച്ചാൽ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ കുറച്ചൊരു 2-3 ഗ്ലാസ് വെള്ളം മാത്രം കുടിക്കുക, അതിൻ്റെ മുകളിൽ കുടിക്കരുത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുഡ്, ഞാൻ പറഞ്ഞില്ല, ഈ പൊരിക്കടികളൊക്കെ കുറേ ഒഴിവാക്കുക. കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഓവറായിട്ട് കഴിക്കരുത്. കൂടുതലും നമ്മൾ പ്രോട്ടീൻ ഫുഡുകളും അതൊക്കെ കഴിക്കാൻ നോക്കുക. അത്താഴത്തിൻ്റെ സമയത്ത് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. നമുക്ക് ഫുള്ളായി നിൽക്കാൻ അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഉള്ളത്
അത്രയൊക്കെ തന്നെയുള്ളൂ പറയാൻ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു മെത്തേഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾ ഫുഡിൻ്റെ കാര്യത്തിൽ നല്ല ഇത് കൊടുക്കുക. പിന്നെ റെസ്റ്റ് കൊടുക്കണം. ഒരു 6 മണിക്കൂർ എന്തായാലും ഉറങ്ങണം. 6-7 മണിക്കൂർ ഉറക്കം മസ്റ്റാണ് നിങ്ങൾ പഠിക്കുന്ന ഒരാളാണ്. കാരണം നോമ്പെടുക്കുന്നതാണ്, ഓൾറെഡി ഭയങ്കര ടയേർഡാവും. അപ്പോൾ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നല്ല റെസ്റ്റ് കൊടുക്കുക. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്, നിങ്ങൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് എക്സൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ മൈൻഡിൽ ആ സ്പിരിച്വാലിറ്റി ഒരിക്കലും വിടാതിരിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ നോമ്പെടുക്കുന്നത് എന്തിനാണെന്നുള്ളതും ആ സ്പിരിച്വൽ ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് നോമ്പ് അതിനൊരു പ്രശ്നമായി തോന്നില്ല എക്സാമിൻ്റെ കാര്യത്തിലും പഠിക്കുന്ന കാര്യത്തിലൊക്കെ. അപ്പം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിൽ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ എന്നെ അത് ഈസി ആയിട്ട് എന്നെ ഹെൽപ്പാണ് ചെയ്തത്. എന്നെ സത്യം പറഞ്ഞാൽ നോമ്പ് ഉള്ളത് എന്നെ കുറച്ചും കൂടെ എനിക്ക് മൈൻഡിലൊരു സ്ട്രെങ്ത് തരുമായിരുന്നു ചെയ്തത്. അപ്പം അത് ആ സെൻസിൽ എടുക്കണം. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ കൂടുതൽ എനിക്ക് ഒരു മൈൻഡിലൊരു ഇതുണ്ടാവുകയാണ് ചെയ്തത്, ഒരു സ്ട്രെങ്ത് വരികയാണ് ചെയ്തത് കേട്ടോ. അപ്പം ആ ഒരു രീതിയിൽ അതെടുക്കുക. എല്ലാവർക്കും നോമ്പ് ഭയങ്കര സുഖമായിട്ട് മുന്നോട്ട് എടുത്തു പോകാൻ പറ്റട്ടെ. അപ്പോൾ ശരി, ബൈ ഗായ്സ്.